ഈ പ്രയറും കുരിശുവരക്കലൊക്കെ ആയിട്ട് നിന്റെ അമ്മ വീട്ടുകാർ നിന്റെ മാമോദീസ മുക്കുവോ? 18 വയസ്സായ പിന്നെ എന്റെ ഇഷ്ടം എന്നാണല്ലോ നിങ്ങൾ തമ്മിലുള്ള കരാറ്. അപ്പൊ തീരുമാനിച്ച പോരെ ഹിന്ദു ആവണോ ക്രിസ്ത്യൻ ആവണോ എന്നൊക്കെ. അത് കറക്റ്റാ. പക്ഷെ ഇതുവരെയുള്ള എന്റെ ഒരു ഒബ്സർവേഷനില് ക്രിസ്ത്യൻസിന്റെ ആചാരങ്ങൾക്ക് ഇത്തിരി ക്ലാസും എലിഗൻസും ഒക്കെ ഉണ്ട്. അയ്യോ, അതിനേക്കാൾ ഐശ്വര്യമില്ലേ നമ്മുടെ ആചാരങ്ങള്. കുളിച്ച് കുറി തൊട്ട് വിളക്ക് കൊളുത്തി ഗുരുവായൂരപ്പന്റെ മുമ്പിൽ നിന്ന് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോ കിട്ടുന്ന ഒരു മനസമാധാനവും അനുഭൂതിയും. കൃഷ്ണ, എന്താ ഒരു ക്യാൻവാസിങ്. കുളിച്ചിട്ട് വേണ്ടേ അതിന് കുറി തൊടാൻ. ഇനി മോള് ചെന്ന് ഐശ്വര്യമായിട്ടൊരു ചായ ഉണ്ടാക്കി നോക്കട്ടെ. കൈപുണ്യം. കുളിക്കാത്ത ആള് ചായ ഉണ്ടാക്കിയ ഒരു ഐശ്വര്യം ഉണ്ടാവില്ല. അച്ഛൻ തന്നെ ഉണ്ടാക്കിയാൽ മതി. മടിച്ചി. ഒരു ലോഡ് എഴുതാനും പഠിക്കാനും ഉണ്ട്. ഇതൊക്കെ എപ്പ തീരും എന്റെ ഈശോയെ. ഡയറി മിൽക്ക്. ചേച്ചി ഇതിന്റെ പാറ്റേൺ മാറ്റിയായിരുന്നോ? എന്തേ? അല്ല, എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കാനാ. പുള്ളി എൻ്റെ നമ്പർ അറിയാതെ ബ്ലോക്ക് ചെയ്തു. പിന്നെ വാട്സാപ്പിൽ വിളിക്കണം. അതും ബ്ലോക്കായി. ഇൻസ്റ്റഗ്രാം? അതും. മനസ്സിലായി. മറ്റേ കുട്ടി നാണില്ലാത്തവനെ ഒരാൾ ബ്ലോക്ക് ചെയ്താ പിന്നെ പറയാൻ നടക്കരുത്. അയ്യ, ഇതങ്ങനെ ശത്രുത ഉണ്ടായിട്ടൊന്നുമല്ല. ഞങ്ങൾ ചാറ്റ് ചെയ്തോണ്ടിരുന്നപ്പോ ഞാൻ അറിയാതെ ഐ ലവ് യു പറഞ്ഞു. അറിയാതെ ഐ ലവ് യു? യെസ്. നമ്പർ പറ. 9895133776. എന്താടാ ഇതൊന്ന് നിർത്തി പറ. 9895133776. ഹലോ. ഹായ് അപർണ, ഞാൻ സംഗീത. മോളുടെ കട്ട ഫാൻ രോഹിതിൻ്റെ ചേച്ചിയാ. കട്ടിയല്ലേ? ഞാൻ അവനൊന്ന് ഫോൺ കൊടുക്കാം. ഓവർ ആക്കില്ലെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. ഹലോ. ഓ, വീട്ടുകാരിറക്കി കളിക്കുകയാണോ? അത് ബ്ലോക്ക് ചെയ്ത ഷോക്കിൽ ഞാനങ്ങ് ഇല്ലാണ്ടായി. അപ്പോൾ അതൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി. വെറുതെ സമയം കളയണ്ട രോഹിത്ത്. ഞാൻ ലേശം ഓൾഡ് സ്കൂളാ. ഓൾഡ് സ്കൂളാ? ഇതൊക്കെ വേസ്റ്റ് ഓഫ് ടൈമാ. സമയമാകുമ്പോൾ എൻ്റെ ഇഷ്ടം നോക്കി അച്ഛനും അമ്മ എനിക്ക് കുറേ ഓപ്ഷൻസ് തരും. അപ്പോൾ ഐ പിക്ക് ദ ബെസ്റ്റ് ഫ്രം ദം. സിമ്പിൾ അല്ലേ? അതിലും ബെസ്റ്റ് ഞാനാണെങ്കിലോ? അതെൻ്റെ അച്ഛനും അമ്മയ്ക്കും കൂടി തോന്നണ്ടേ? ഇന്ന് മുതൽ അവരെ ഇമ്പ്രസ് ചെയ്യാനുള്ള ശ്രമം ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. അമ്മ ഇമ്പ്രസ് ചെയ്യാൻ ഇനി വയനാട് വരെ പോകേണ്ടി വരും. അച്ഛൻ ഇവിടെ ഉണ്ട്. കാണുമ്പോൾ സോഫ്റ്റാ, പക്ഷെ ആളിത്തിരി ടെററാ. ടെറർ സോഫ്റ്റ് ആക്കിയാൽ പോരെ? ഏതൊരു ഫാദറിൻ ലോയും കൊതിക്കുന്ന സണ്ണിൻ ലോ ആയിരിക്കും ഞാൻ. എന്നാ സണ്ണിലോ ചെല്ല്. എനിക്കിവിടെ കുറച്ച് ജോലിയുണ്ട്. അയ്യോ, വെക്കില്ലേ. എപ്പോഴും ചേച്ചിയുടെ ഫോൺ കിട്ടത്തില്ല. ലേശ അഹങ്കാരിയാ. സോ പ്ലീസ് ഒന്ന് അൺബ്ലോക്ക് ചെയ്യോ? ആലോചിക്കാം. കുഴപ്പമില്ലാതൊക്കെ പോണു. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ഗ്രോത്ത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ലെങ്കിൽ നല്ലത് തിരിച്ചറിയാൻ നമ്മുടെ മലയാളികൾക്ക് അറിയാം സർ. ഇത്തിരി ക്ഷമയോടുകൂടി കാത്തിരിക്കണമെന്ന് മാത്രം. നന്ദൻ, പ്രവാസി മല്ലിപ്പൊടി ഉണ്ടോ? അരുണിനോട് ഞാൻ പറഞ്ഞിരുന്നു ഈ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് കണ്ടോളാം. ശരി നന്ദൻ, അങ്ങനെ ആവട്ടെ.
ചേട്ടാ പ്രവാസി മുളക് പൊടി എന്താ രമേട്ടാ പോയാ? ഞാൻ വരുന്ന വെയിറ്റ് ചെയ്യാൻ പറയായിരുന്നില്ലേ? ആ പോണെങ്കിൽ പോട്ടെ. ആ ഡെസ്പാച്ചിലെ മുരളിയെ പാക്കിങ്ങിൽ നിർത്ത്. ഓ നന്ദി കെട്ട വർഗങ്ങൾ. എന്തുപറ്റി സാറേ? ഏയ് ഫാക്ടറിയിൽ ഒരു പയ്യൻ കമാന്നൊരു അക്ഷരം പറയാതെ മുങ്ങിക്കളഞ്ഞേ. ഈ നാട്ടുകാർക്ക് ഒരു ഗുണമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ജോലിക്ക് വെച്ചത്. പക്ഷെ ആത്മാർത്ഥത എന്ന് പറഞ്ഞൊരു സാധനം ഒരെണ്ണത്തിനില്ല. നമ്മളിവിടെ മറുനാട്ടുകാരെ പണിക്ക് വയ്ക്കാറുള്ളൂ. അതാ ബെസ്റ്റ്. ഇനി വല്ല ബംഗാളികളോ ബീഹാറികളോ പണി അന്വേഷിച്ചോട് വരികയാണെങ്കിൽ ഒന്നങ്ങോട്ടേക്ക് അയച്ചേക്കണേ. ഇതാ സാർ സാറ് വെച്ച പ്രവാസി. പ്രവാസിയോ? ഏത് പ്രവാസി? ഞാൻ ചോദിച്ചില്ല, അവിടെ തന്നെ കൊണ്ട് ചോദിച്ചു. അക്ഷയ സൂപ്പർ മാർക്കറ്റ്, ഇരുമ്പ് പാലം ആലപ്പുഴ. ആ രാജീവൻ സൂരജൊക്കെ ഇവിടെ. അവർ രണ്ടുപേരും ലീവാക്കിയത്. അവരേതോ കൂട്ടുകാരൻ്റെ പെങ്ങളുടെ കല്യാണമെന്നും പറഞ്ഞു. അപ്പൊ ആലപ്പുഴയ്ക്കുള്ള ലോഡ് പോയത് തന്നെ. ഈ പെങ്ങന്മാരും ഫ്രണ്ട്സും ഒന്നും ഇല്ലാത്ത ആൾക്കാരെ ജോലിക്ക് വെച്ചൂടെ? അല്ല, അത് പറയാനാണ് ഞാൻ വന്നത്. പുറത്തെ ഒരു ബംഗാളി പയ്യൻ വന്നിട്ടുണ്ട് ജോലി അന്വേഷിച്ചിട്ട്. ആളെങ്ങനെയുണ്ട്? കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. രാമേട്ടൻ ഹിന്ദിയിൽ എങ്ങനെയാ? ഹിന്ദിയിൽ ഞാൻ മോശം. ഞാനും മോശം. എന്നാലും വിളിക്കേ. അതെ, പുറത്തൊരു പയ്യൻ നിൽക്കുന്നുണ്ട്, അവനെ വിളിച്ച. Pagli mayer pagla bese, oh ho ho. Oi pagli mayer, ah pagli mayer pagla bese. Jabo pagol hoye jabo ami, pagol hoye jabo. അദ്ദേഹം ഈ സ്ഥാപനത്തിന്റെ ഓണർ. നമസ്തേ സാർജി. അത് വേണ്ട. ക്യാ നാം ഹൈ മേരാ? मेरा नाम रबींद्र चट्टोपाध्याय. हाँ यहाँ बिना बड़ा बड़ा काम है. जी साहब कोई मुश्किल नहीं है. मुझे तुझे എന്തായാലും പറയാ മറ്റേ मुझको കുറച്ച് മലയാളം അറിയും സാർ, സോ പ്ലീസ് ഡോണ്ട് വെറി. ഓ അത് നന്നായില്ല. നിന്നെ കണ്ട ഒരു പണിയെടുക്കുന്ന ലക്ഷണം ഇല്ലല്ലോ. ആക്ച്വലി ഐ എം എ സ്റ്റുഡൻറ്റ്, ഡോക്ടർ ആകണം എനിക്ക്. ഓ मेडिकल एंट्रेंस रिपीट ना. मेरा पिताजी एक शॉप से सिक्योरिटी है, उसका पास पैसा नहीं है तो फीस അടക്കാൻ കൊടുക്കാൻ. സോ ഐ ബാഡ്ലി നീഡ് എ ജോബ് സാർ. ഗുഡ് ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇനിയും കുറേ സ്വപ്നങ്ങളുണ്ട് സാർ. അതെന്തൊക്കെയാ? MPBS കഴിഞ്ഞ് സിവിൽ സർവീസ് പോകണം. ഓ അപ്പൊ ചെറിയ സ്വപ്നങ്ങളൊന്നും അല്ല. ഇതിലും വലിയ ബഡാ സ്വപ്നങ്ങളൊക്കെ ഉണ്ട് സാർ. അതെന്താ ബഡാ സ്വപ്നം? അത് IAS കഴിഞ്ഞ് MBBS കഴിഞ്ഞ് അപ്കാ സാത്ത് ബോലേഗ. MBBS IAS അവിടെ ഇരിക്കട്ടെ. ഇവിടുത്തെ പണികളിൽ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാൽ പിന്നെ നിന്റെ ബംഗാളി ചെന്നിട്ട് നിനക്ക് ബോധം തിരിച്ചു കിട്ടും. അത് സംശയം. നിന്റെ പേരെന്താ പറഞ്ഞു? രബീന്ദ്ര ചതോപാധ്യായ. അപ്പൊ ചതോപാധ്യക്ക് ഇവിടുത്തെ പണികൾ ഓരോന്നായിട്ട് കാണിച്ചു കൊടുത്തേ. വാങ്കത്തം. തമിഴോ? ഈ മലയാളം അറിയാത്ത ആരോടും സംസാരിക്കാൻ പറ്റുന്ന ഒരേ ഒരു ഭാഷ തമിഴാണ്. വാങ്കത്തം. ഒരു മിനിറ്റ്. ഇനി அது வந்து முதல்ல இதெல்லாம் பேக் பண்ணு.